ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം നഷ്ടമായവർക്ക് അത് തിരിച്ചു നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. 540ഓളം നിക്ഷേപകർക്കാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കാനുള്ളത്. ഇതിൽ ഭൂരിഭാഗം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഇവരിൽ തന്നെ മിക്കവരും ക്യാൻസർ, കരൾ രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, ശ്വാസകോശ രോഗം തുടങ്ങിയവയാൽ കഷ്ടപ്പെടുന്നവരാണ്. നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പണം ലഭിക്കുന്നില്ല. ഇതിനായി കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവർ ബാങ്കിൽ കയറിയിറങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിലും ബാങ്ക് ഭരണസമിതിയിലും പോലീസിലും നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഞങ്ങൾ ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിലെ നിക്ഷേപകരാണ്. മലയോര പ്രദേശമായ ഉടുമ്പൻചോല താലൂക്കിൻ്റെ ആസ്ഥാനമായ നെടുങ്കണ്ടത്താണ് ഈ സംഘം സ്ഥിതി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഏകദേശം 540ഓളം നിക്ഷേപകർ ഈ സ്ഥാപനത്തിലും അതിൻ്റെ ബ്രാഞ്ചുകളിലുമായി ഉണ്ട്. നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷവും 70 വയസ്സിനുമേൽ പ്രായമുള്ളവരാണ്. ഇവരിൽ തന്നെ അർബുദം, കരൾ രോഗം, ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, ശ്വാസകോശ രോഗം എന്നീ രോഗങ്ങളാൽ ഏറെ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. സംഘത്തിൽ നിരന്തരം നിക്ഷേപകരുടെ നിക്ഷേപവും പരിചയം ലഭിക്കുന്നതിന് വേണ്ടി സംഘത്തിൽ നിരന്തരം കയറിയിറങ്ങുകയാണ്. എന്നാൽ നാളിതുവരെ നിക്ഷേപത്തിൻ്റെ 1% പോലും നൽകിയിട്ടില്ല. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് പ്രകാരം 60 കോടി രൂപയ്ക്ക് മുകളിൽ വ്യാജ വായ്പകളും തിരിമറിയും പണാപഹാരവും സംഘത്തിൽ നടന്നിട്ടുണ്ട്. ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇത്തരക്കാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്നും ഈ തുക ഈടാക്കി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നും കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.